നിന്നെ സ്വന്തമാക്കിയത് എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണ്. ദൈവഹിതപ്രകാരമാണ്. വിവാഹത്തിൻ്റെ 4-ാം വർഷം ശരീരം തളർന്നു കിടക്കുന്ന ഭർത്താവിനെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഭാര്യ, അവിഹിത ബന്ധം ക്ഷമിച്ച് ഭാര്യയെ കൂടെ കൂട്ടി ജീവിക്കുന്ന ഭർത്താവ്, മദ്യപാനവും സാമൂഹിക വിരുദ്ധതയുമായി നടക്കുന്ന മകനെ പോലീസ് കേസുകളിലൊക്കെ പെട്ടിട്ടും കൂടെ നിന്ന് സംരക്ഷിക്കുന്ന മാതാപിതാക്കൾ. ആധുനിക കാലത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രകാരം ഇവരെല്ലാം മഹാമണ്ടത്തരമാണ് ചെയ്യുന്നത്. എന്തിനാണ് അവിഹിത ബന്ധം പുലർത്തിയ ഒരു ഭാര്യയെ എല്ലാം ക്ഷമിച്ച് ഭർത്താവ് സ്വീകരിക്കുന്നത്? അവൾ വഞ്ചിച്ചില്ലേ, ചതിച്ചില്ലേ? മണ്ടത്തരമാണ് കാണിച്ചത്. അല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന ഭർത്താവിനെ, അത് ഈ കൊച്ചു പ്രായത്തിൽ എന്തിനാണ് ഈ ഭാര്യ ഇങ്ങനെ പരിചരിക്കുന്നത്? അവൾക്ക് വേറെ കല്യാണം കഴിച്ചുകൂടെ? പുകഞ്ഞ കൊള്ളി പുറത്ത് ഈ മകൻ ഇങ്ങനെ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഭാരമായിട്ട് സാമൂഹിക വിരുദ്ധതയും പോലീസ് കേസുകളും വഴി നടക്കുമ്പോൾ അവനെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അവനെ പറഞ്ഞ് വീട്ടിൽ വിട്ടുകൂടെ? അവനെ പറഞ്ഞ് എവിടെയെങ്കിലും അയച്ചുകൂടെ? ഇതാണ് ലോകത്തിൻ്റെ യുക്തി. പക്ഷേ ദൈവത്തിൻ്റെ ഒരു യുക്തി, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ യുക്തി എന്താണ്? ദൈവം നമുക്കായിട്ട് കാത്തുവെച്ചതൊക്കെ സ്വീകരിക്കുക, സ്വന്തമെന്ന് കരുതി സ്വീകരിക്കുക. അപൂർണതകളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. വളരെ മനോഹരമായ ഒരു ചലച്ചിത്രം കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടത് ഞാൻ ഓർക്കുകയാണ്. ബ്യൂട്ടിഫുൾ മൈൻഡ് എന്നാണ് അതിൻ്റെ പേര്. ജോൺ നാഷ് എന്ന് പറയുന്ന ഗണിതശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കിട്ടിയ ഒരു ഗണിതശാസ്ത്രജ്ഞൻ, ലോകമറിയുന്ന ഗണിതശാസ്ത്രജ്ഞൻ. അദ്ദേഹം അമേരിക്കയിൽ പ്രശസ്തമായ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രൊഫസറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നമ്മളാരും അറിയാത്ത ഒരു തലമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്കിസോഫ്രീനിയ രോഗിയായിരുന്നു. നമ്മളൊക്കെ പറയുന്ന മുഴുഭ്രാന്ത് എന്നൊക്കെ പറയുന്ന ഒരു രോഗം. ആ രോഗം പിടിപെട്ട മനുഷ്യനായിരുന്നു ഈ ജോൺ നാഷ്. പക്ഷേ അദ്ദേഹം ഗണിതശാസ്ത്രത്തിൽ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇന്നും സമൂഹത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇറക്കിയ മനോഹരമായൊരു ചലച്ചിത്രമാണ് ബ്യൂട്ടിഫുൾ മൈൻഡ്. അതിൻ്റെ അവസാനം അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടുന്ന ചടങ്ങ് വളരെ മനോഹരമായിട്ട് അതിൽ വിവരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം മറുപടി പറയുകയാണ് സദസ്സിന്. അദ്ദേഹം മറുപടി പറയുമ്പോൾ അദ്ദേഹം പറയും, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ യുക്തിയുടെയും അറിവിൻ്റെയും ഒക്കെ ലോകത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ യുക്തി എന്താണ്? ആരാണ് ന്യായം നിശ്ചയിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭൗതികവും അഭൗമികവുമായ തലങ്ങളിൽ അന്വേഷണങ്ങൾ നടത്തി. ഞാൻ ഏറ്റവും പ്രശസ്തമായ ഒരു കണ്ടുപിടുത്തം നടത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ യുക്തി. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീയാണ്. അവരുടെ ദാമ്പത്യത്തെക്കുറിച്ച് ചലച്ചിത്രത്തിൽ പറയുന്നത് നിന്ന് അല്പം വ്യത്യസ്തമായിരുന്നു യാഥാർത്ഥ്യം. പക്ഷേ അതിനകത്ത് ഒത്തിരി നന്മയുണ്ടായതിൻ്റെ ഒരു കാരണം, ഈ സ്ത്രീ ഇയാൾക്ക് സ്കിസോഫ്രീനിയാണെന്ന് തിരിച്ചറിയുമ്പോൾ അവർക്കൊരു മകനുണ്ട്. ഇയാളിൽ നിന്ന് വിവാഹമോചനം നേടി, പക്ഷേ ഉപേക്ഷിച്ചു പോയില്ല. വീടിൻ്റെ താഴത്തെ നിലയിൽ അവർ താമസിച്ചു. അയാളെ ജീവിതകാലം മുഴുവൻ പരിചരിച്ചു. വയസ്സാം കാലത്ത് വീണ്ടും ഈ സ്ത്രീ ഇയാളെ വിവാഹം ചെയ്യുന്നുണ്ട്. അവർ വേറെ എങ്ങും പോയില്ല. അയാളെ പരിചരിക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതി അവൾ കൂടെ നിന്നു. പക്ഷേ അമേരിക്കയിലെ നിയമങ്ങൾ പ്രകാരം ഉള്ള നടപടികൾ നടത്തി അവർ നിയമപരമായ സെപ്പറേഷൻ വാങ്ങിയെങ്കിലും പിന്നീട് വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തെ തന്നെ പിന്തുണയ്ക്കാൻ വീണ്ടും അയാളെ വിവാഹം ചെയ്യുന്നുണ്ട്. സ്കിസോഫ്രീനിയ ബാധിച്ച ഈ മനുഷ്യനെ ഉപേക്ഷിക്കാതെ അയാളുടെ കൂടെ ജീവിച്ച ആ സ്ത്രീ ഈ കാലഘട്ടത്തിൽ മഹാമണ്ടിയാണ്, മഹാഭോഷത്വമാണ് ചെയ്തത്. ഞാൻ നിന്നെ സ്വന്തമാക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഞാൻ നിന്നെ സ്വന്തമാക്കിയത് നിനക്ക് വേണ്ടി കൂടിയാണ്. നിനക്ക് കുറവുകളുണ്ടെങ്കിലും ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നീ പെരുമാറിയാലും ഞാൻ നിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. ഇത് ഏറ്റവും സുവിശേഷാത്മകമായ ഒരു ചിന്തയാണ്.
കർത്താവ് സഹനങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ എല്ലാം പരിപൂർണമായ ഒരു ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നതെന്നും അപൂർണതകളുണ്ടെങ്കിലും അപൂർണതകളോടുകൂടി ജീവിക്കുകയാണ് ജീവിതത്തിൻ്റെ വിജയമെന്നും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തൻ്റെ ജീവിതത്തിലൂടെ. അതുതന്നെയാണ് ഇവരുടെ എല്ലാം ജീവിതങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത്. വിവാഹത്തിനൊരുക്കമായി വേദപാഠം കേൾപ്പിക്കാൻ വരുന്ന ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു, ആർക്കു വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത്? ചിലരൊക്കെ നമ്മളോട് ദേഷ്യപ്പെടും, വേണ്ടാത്ത ചോദ്യമൊക്കെ ചോദിക്കുന്നോ? ചിലർ പറയും എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതിന് സംശയം എന്നാ? ആർക്ക് വേണ്ടിയിട്ടാണ് കെട്ടുന്നത്? എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഞാനവരെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ടായിരുന്നു, മോനെ നിനക്ക് വേണ്ടിയിട്ടല്ല നീ അവളെ സ്വന്തമാക്കുന്നത് അല്ലെ അവനെ സ്വന്തമാക്കുന്നത്. ഒന്ന്, ദൈവം നിനക്കായിട്ട് നിശ്ചയിച്ചതുകൊണ്ട് ദൈവ പദ്ധതിക്ക് വേണ്ടിയാണ്. രണ്ട്, അവൾക്ക് വേണ്ടിയാണ്, അവളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ എനിക്ക് സ്നേഹം കിട്ടിയോ, ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് കിട്ടിയോ എന്നുള്ളതിനേക്കാളും അവൻ്റെ ജീവിതത്തിൽ അവന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നൽകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയും ഞാൻ നിന്നെ സ്വന്തമാക്കിയത് എനിക്ക് വേണ്ടിയാണെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ഡിമാൻഡുകൾ കൂടുന്നത് മാത്രമേ ഉള്ളൂ. നീ അങ്ങനെയാവണം, ഇങ്ങനെയാവണം, അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകൾ കൂടുകയാണ്. പക്ഷേ അതൊന്നും സാക്ഷാത്കരിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആകപ്പാടെ നിരാശയാവുകയാണ്. അതേസമയം ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നീ പെരുമാറിയാലും എനിക്കതൊരു വലിയ സങ്കടമാകുന്നില്ല. കാരണം ഞാൻ നിന്നെ സ്വന്തമാക്കിയത് എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണ്. നിലനിൽക്കുന്ന എല്ലാ ദാമ്പത്യങ്ങളുടെയും അടിസ്ഥാനം അതാണ്. അല്ലാതെ പങ്കാളികൾ ആഗ്രഹിച്ചതുപോലെ പെരുമാറിയത് കൊണ്ടല്ല ദാമ്പത്യങ്ങൾ നിലനിൽക്കുന്നത്. ചില നിലപാടുകൾ മൂലമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് ഞാൻ നിനക്ക് വേണ്ടി എന്നുള്ളത്. അത് പരിശുദ്ധ കുർബാനയുടെ നിലപാടാണ്. പരിശുദ്ധ കുർബാന തന്നെ എന്താണ്? എൻ്റെ ശരീരം നിനക്ക് വേണ്ടിയാണ്, എൻ്റെ രക്തം നിനക്ക് വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. കോവിഡ് പകർച്ചവ്യാധിയിൽ നമ്മളെല്ലാവരും മാസ്ക് ധരിക്കാനായിട്ട് നിർബന്ധിതരായി. നമ്മളെല്ലാവരും നമ്മുടെ ശരീരം ശുദ്ധിയോടുകൂടി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. സാനിറ്റൈസ് ചെയ്യണം എപ്പോഴും. എനിക്ക് കോവിഡ് ഇല്ല, ഇല്ലെങ്കിലും ഓക്കെ, എനിക്ക് കോവിഡ് ഇല്ല, ഇല്ലെങ്കിലും ഞാനിതെല്ലാം ചെയ്യണം. എന്തിനാ? എനിക്ക് കോവിഡിനെ പേടിയുമില്ല, എന്നാലും നീ അത് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് കോവിഡ് വരാതിരിക്കാൻ. നിനക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. മറ്റുള്ളവർക്ക് കോവിഡ് വരാതിരിക്കാനായിട്ട് ഞാൻ മാസ്ക് ധരിക്കണം. എനിക്ക് വരാതിരിക്കാൻ വേണ്ടി മാത്രമല്ല. യഥാർത്ഥത്തിൽ കോവിഡ് നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ ജീവിതപാഠവും ഞാൻ നിനക്ക് വേണ്ടിയാണ്, നമ്മൾ പരസ്പരമാണ് ജീവിക്കേണ്ടത് എന്നതാണ്. വഴിതെറ്റിയ ജീവിതങ്ങളെ സഹിക്കേണ്ടതായിട്ടുണ്ടോ? ഭർത്താവ് വഴിതെറ്റിയ ജീവിതം നയിക്കുന്നു, ഭാര്യ ഉത്തരവാദിത്വമില്ലാതെ ജീവിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസ വഞ്ചന കാട്ടുന്നു, മക്കൾ തോന്നിവാസം മയക്കുമരുന്നിന് അടിമയായിട്ടൊക്കെ പോകുന്നു. അവരെയൊക്കെ സഹിക്കേണ്ടതായിട്ടുണ്ട്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് പറയും കുരിശ് ചുമക്കണം. പക്ഷേ ആധുനിക കാഴ്ചപ്പാട് ചിന്താഗതികൾ നമ്മൾ പറയും കുരിശ് ചുമക്കണ്ട. കാരണം നിനക്ക് പ്രധാനം നിൻ്റെ ജീവിതമാണ്. നിൻ്റെ ജീവിതത്തെ സ്പോയിൽ ചെയ്യാൻ, അതിനെ തളർത്താൻ നീ ആരെയും അനുവദിക്കേണ്ട കാര്യമില്ല. നിൻ്റെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ഹനിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ അയാളെ ഇട്ടച്ച് പൊക്കൊള്ളുക. അതാണ് ആധുനിക കാലം പറയുക. പക്ഷേ കർത്താവ് പഴഞ്ചനാണെന്ന് പറയും. സുവിശേഷം പഴഞ്ചനാണ്. സുവിശേഷം പറയുന്നത് കുരിശുമെടുത്ത് അനുഗമിക്കാൻ തന്നെയാണ്. നമ്മളെ ചൂഷണം ചെയ്യാൻ നമ്മൾ ആരെയും അനുവദിക്കേണ്ടതായിട്ടില്ല. അത് കൃത്യമായ കാര്യമാണ്. നമ്മളെ ഒരു തരത്തിലും ചൂഷണം ചെയ്യാൻ, നമ്മളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ഒന്നും നമ്മൾ ആരെയും അനുവദിക്കേണ്ട കാര്യമില്ല. അതിനുള്ള നിയമപരിരക്ഷയും അതിനു വേണ്ട നടപടികളും സ്വീകരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. പക്ഷേ ഒരുമിച്ചുള്ള ഒരു ജീവിതം ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് ഏറ്റവും ക്രൈസ്തവമായ സുവിശേഷാത്മകമായ കാര്യമാണ്. ചൂഷണങ്ങളെ അനുവദിക്കാതിരിക്കുമ്പോഴും സാധ്യതകളെ മുന്നിൽ നിർത്തി പ്രാർത്ഥിക്കാനും കാത്തിരിക്കാനും സാധിക്കേണ്ടത് ഓരോ ദാമ്പത്യത്തിൻ്റെയും അവിഭാജ്യമായ ഒരു നിലപാടായിട്ട് നമ്മൾ കരുതണം. ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ എനിക്കെന്ത് കിട്ടും? ഇപ്പോൾ എനിക്കെന്ത് കിട്ടുമെന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണല്ലോ.
നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എനിക്കെന്താണ് കിട്ടുന്നത്? എനിക്കെന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? ഞാനിങ്ങനെ നിൻ്റെ കുറവുകളെല്ലാം സഹിച്ച് നിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എനിക്കെന്താണ് കിട്ടുക? ഉത്തരം, കിട്ടുന്നത് നമ്മെയാണ്. നമുക്ക് ലഭിക്കുന്നത് നമ്മളെയാണ്. നമുക്ക് ലഭിക്കുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ടാവുമല്ലോ മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ മൂലം ക്ലേശിക്കുന്ന മക്കളൊക്കെ പ്രായമാകുമ്പോൾ മാതാപിതാക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നപ്പോഴും നിങ്ങൾ പിരിഞ്ഞു പോകാത്തതിന് നന്ദി. കാരണം വഴക്കുണ്ടാക്കിയാലും അപൂർണതകളുണ്ടായിരുന്നെങ്കിലും നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾക്ക് വേണമായിരുന്നു. പ്രശ്നങ്ങളുള്ള ഒരു ദാമ്പത്യമാണോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്ന ദമ്പതികളാണോ മക്കൾക്ക് പ്രിയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും പ്രശ്നങ്ങളുള്ള ദാമ്പത്യം തന്നെയാണ്. പിരിഞ്ഞുപോക്ക്, മാതാപിതാക്കളുടെ പിരിഞ്ഞുപോക്കിനേക്കാളും അവരാഗ്രഹിക്കുന്നത് ഇച്ചിരി വഴക്ക് പിടിച്ചാണെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളെ തന്നെയാണ്. കാരണം അവർ മക്കൾക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്ക് നമ്മെ ലഭിക്കും എന്ന് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു: ആരെങ്കിലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നെങ്കിൽ അവനത് നേടുന്നെങ്കിൽ അല്ലെങ്കിൽ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ജീവിത പാഠങ്ങളിൽ ഈ കുരിശ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ വിചിന്തനത്തിനായി 2 ചോദ്യങ്ങൾ നൽകുന്നു. ഒന്നാമതായിട്ട്, നമ്മുടെ കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പൊതുവായ കാരണങ്ങൾ എന്താണ്? നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് മറ്റുള്ളവർ സംസാരിക്കാത്തതും ചിന്തിക്കാത്തതും പ്രവർത്തിക്കാത്തതുമാണോ? രണ്ടാമതായി, വിശുദ്ധ കുർബാന അർപ്പണം, ഞാൻ നിനക്ക് വേണ്ടി, എൻ്റെ ശരീരം നിനക്ക് വേണ്ടി, എൻ്റെ രക്തം നിനക്ക് വേണ്ടി എന്ന വിശുദ്ധ കുർബാന എൻ്റെ കുടുംബജീവിതത്തെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു? പൊട്ടിച്ചിരികളുടെ കുടുംബത്തിൻ്റെ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം.